പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്ന് 127 സങ്കീർത്തനം 3 വാക്യം ഇങ്ങനെയാണ്: മക്കള് യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. അതീവ ചിന്തനീയമായിരിക്കുന്ന ഒരു വാക്യമാണ്. ഈ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്: തലമുറകളെ തരുന്നത് ദൈവമാണ്. ദൈവം നൽകി തരുന്ന തലമുറകളെ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളർത്തിയെടുക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയായി, ഉത്തരവാദിത്വമായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. മാതാപിതാക്കളായിരിക്കുന്ന നാം നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും ഒരിക്കലും മറന്നു കളയുവാൻ പാടില്ല. ഒരവസരത്തിൽ ഒരു മനുഷ്യൻ ഇപ്രകാരം പറയുകയുണ്ടായി: കുഞ്ഞുങ്ങളെ വളരുവാൻ വിടരുത്, വളർത്തണം. കുഞ്ഞുങ്ങളെ വളരുവാൻ വിട്ടുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിയണ്ടേ? എങ്ങനെയെങ്കിലും വളരുവാൻ ഇടയായിത്തീരും. എങ്ങനെയെങ്കിലും വളർന്നു കഴിഞ്ഞാൽ മാതാപിതാക്കളായിരിക്കുന്ന നമുക്കോ സഭയ്ക്കോ സമൂഹത്തിനോ ഒരു പ്രയോജനവും ഇല്ലാത്തവരായിത്തീരും. ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന തലമുറകൾ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളർന്ന് ശോഭിക്കണമോ, നാം അവരെ വളർത്തുവാൻ തയ്യാറാകണം. വളർത്തുക എന്നത് നമ്മുടെ കടമയായി, ഉത്തരവാദിത്വമായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ശലോമോനിലൂടെ കർത്താവ് ഇപ്രകാരം വിളിച്ചു പറയുകയുണ്ടായി: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അവനത് വിട്ടുമാറുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ? ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന തലമുറകളെ നാം ചിലതൊക്കെ അഭ്യസിപ്പിക്കുവാൻ അഥവാ പഠിപ്പിക്കുവാൻ തയ്യാറാകണം. എന്തൊക്കെ പഠിപ്പിക്കണം എന്നറിയണ്ടേ? പരസ്പരം സ്നേഹിക്കുവാൻ പഠിപ്പിക്കണം, പരസ്പരം ബഹുമാനിക്കുവാൻ പഠിപ്പിക്കണം, പരസ്പരം ക്ഷമിക്കുവാൻ പഠിപ്പിക്കണം, പരസ്പരം പങ്കുവയ്ക്കുവാൻ പഠിപ്പിക്കണം. ഇങ്ങനെ തുടങ്ങി ചിലതൊക്കെ അഭ്യസിപ്പിക്കുവാൻ അഥവാ പഠിപ്പിക്കുവാൻ തയ്യാറാകണം. നാം കുഞ്ഞുങ്ങളെ പരസ്പരം സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നുവെങ്കിൽ അവർ പരസ്പരം സ്നേഹമുള്ളവരായി വളർന്നു വരും. പരസ്പരം ക്ഷമിക്കുവാൻ പഠിപ്പിക്കുന്നുവെങ്കിൽ അവർ പരസ്പരം ക്ഷമിക്കുന്നവരായി വളർന്നു വരും. നാം പരസ്പരം ബഹുമാനിക്കുവാൻ പഠിപ്പിക്കുന്നുവെങ്കിൽ അവർ പരസ്പര ബഹുമാനമുള്ളവരായി വളർന്ന് ശോഭിക്കും. ഇങ്ങനെ തുടങ്ങി നാം കുഞ്ഞുങ്ങളെ എന്താണോ അഭ്യസിപ്പിക്കുന്നത് അതിൻ പ്രകാരം അവർ വളർന്ന് ശോഭിക്കുവാൻ ഇടയായിത്തീരും. പഠിപ്പിച്ചാൽ മാത്രമേ പഠിക്കുവാൻ കഴിയത്തുള്ളൂ. പഠിപ്പിക്കാത്തതൊരിക്കലും പഠിക്കുവാൻ കഴിയത്തില്ല. ആകയാൽ കർത്താവിൻ്റെ രാജകീയ പുരോഹിത വർഗമായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന തലമുറകളെ ചിലതൊക്കെ അഭ്യസിപ്പിക്കുവാനും ചിലതൊക്കെ പഠിപ്പിക്കുവാനും കഴിയണം. അതിനായി ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരവസരത്തിൽ ഒരു ചിന്തകൻ ഇപ്രകാരം പറയുകയുണ്ടായി: കുഞ്ഞുങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ഒന്നും എഴുതാത്ത വെള്ളപ്പേപ്പർ പോലെയാണ്. ഒന്നും എഴുതാത്ത വെള്ളപ്പേപ്പറിൽ നമുക്ക് എന്തു വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാം. നല്ല കാര്യങ്ങളും എഴുതി പിടിപ്പിക്കാം, മോശം കാര്യങ്ങളും എഴുതി പിടിപ്പിക്കാം. ഇങ്ങനെ തുടങ്ങി എന്തു വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാം. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമാകുന്ന മനസ്സിൽ നാം നല്ല ചില വചനങ്ങളും നല്ല ചില ഉപദേശങ്ങളും നല്ല ചില ചിന്തകളുമൊക്കെ പകർന്നു കൊടുക്കുവാൻ തയ്യാറായാൽ അതിൻ പ്രകാരം അവർ വളർന്ന് ശോഭിക്കുവാൻ ഇടയായിത്തീരും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന തലമുറകളെ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കളായിരിക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.